നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കുമല്ലോ അല്ലെ? ഈ ഒരു വെയിൽ ഇപ്പോഴത്തെ ഒരു ചൂടെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പൊ ഈ ഒരു ചൂടത്തും അവരവരുടെ മനസ്സ് മുഴുവൻ കൊടുത്ത് നല്ലൊരു തിരുവാതിരയും നല്ല താളച്ചൂടുകളുമായി നമ്മുടെ മുമ്പ് മനോഹരമായിട്ടാണ് അവർ തിരുവാതിര അവതരിപ്പിച്ചത്. ഈ മഹാലക്ഷ്മി തിരുവാതിര സംഘത്തിന് തപസ്യ കലാസാഹിത്യവേദി, ശ്രീ ത്യാഗരാജ ആരാധനയും നെയ്യാർ ആരതിയും ഈ ശ്രേഷ്ഠമായ ഉദ്ഘാടന വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ അരുൺ GSനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ശരത് സാറിനെ വേദിയിലോട്ട് വിളിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ചൊരു എക്സ്ട്രാ ഒരു ബഹുമാനം കൊടുക്കേണ്ട ആവശ്യം. പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീ ശരത് സാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സാമൂഹിക നിരീക്ഷകനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ സാറിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രശസ്ത സംഗീതജ്ഞയും സംസ്ഥാന അവാർഡ് ജേതാവും തപസ്യയുടെ ജില്ലാ അധ്യക്ഷയും കൂടിയായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ, എൻ്റെ ഗുരുനാഥ കൂടെയാണ് ടീച്ചർ. തപസ്യ കലാസാഹിത്യവേദി നെയ്യാറ്റിൻകര നെയ്യാർ ത്യാഗരാജ വൈഭവം 2026 പവേർഡ് ബൈ കിംസ് ഹെൽത്ത് ക്യാൻസർ സെന്റർ KSFE ലിമിറ്റഡ്, co-sponsored by Bhima Jewels VLM Society Limited, ചിത്തിര തിരുനാൾ റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂൾ കുന്നത്തുകാൽ, നിറക്കൂട്ട് രുചിയുടെ കലവറ. ലോഗോ പ്രകാശനം ചെയ്യുവാൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ അവരെ ക്ഷണിക്കുന്നു. എന്നും ഞാൻ സ്വയം ചിന്തിച്ച് എനിക്കും അതിന് അർഹതയുണ്ട് എന്നങ്ങ് വിചാരിക്കുകയാണ്. ശരത്തേട്ടനൊക്കെ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അതിനെ എത്ര കണ്ട് ആസ്വദിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒരു പ്യൂരിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോട്ട് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ആസ്വാദനത്തിൻ്റെ എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. പാട്ടറിയാത്തത് കൊണ്ട് ആര് പാടുന്നത് കേട്ട് കഴിഞ്ഞാലും സന്തോഷം ഉണ്ടാവും, ആസ്വദിക്കാനായിട്ട് സാധിക്കും. അത് ശരത്തേട്ടനില്ലാത്ത ഒരു ബ്ലെസ്സിങ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായി ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിലേക്കായി പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ ശരത് സാറിനെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും എല്ലാവരെയും കണ്ടതിൽ കുറേ സന്തോഷം. പിന്നെ നമ്മുടെ ആങ്കർ ഒരു കള്ളം പറഞ്ഞു, അതിനെ എനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ ഇടയായിട്ട് സത്യം മാത്രമേ പറയൂ. 2026 ഇവിടുത്തെ നമ്മുടെ ഈ തിരുവാതിര കഴിഞ്ഞിട്ട് തിരുവാതിര കളിയിലെ സ്റ്റെപ്പുകൾ മനോഹരമായിരുന്നു, അതിമനോഹരം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മായിരുന്നു. ആ സമയത്ത് ഇവിടെ GS അരുണുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാലും അവരുടെ എല്ലാവരുടെയും ഈ ഒരു തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി അടുത്ത വട്ടം തൊട്ട് കണ്ടോളും. പിന്നെ GS അരുണിൻ്റെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ തിരുവാതിര കളിക്കാർക്ക് ആ ട്രാക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ചടപടാന്ന് ഈ സുനാമി വരുന്നതോടാണ് ഓരോ ട്രാക്കും വരുന്നത്. ഒരു ഭീകരാവസ്ഥയാണ്. അതിനൊരു മ്യൂസിക്കാലിറ്റി വേണ്ടേ. അപ്പോൾ അതൊരു നമുക്ക് ഇരിക്കുമ്പം എന്തോ കടിച്ച പോലെയാണ്. അപ്പോൾ അത് ഒന്ന് മാറ്റി, നിങ്ങൾ ഇതൊക്കെ മൊബൈലിൽ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു എഡിറ്റും കൂടെ നന്നാക്കിയാൽ ഒന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് അയച്ചതാണ്, ഞാൻ ചെയ്ത് അയച്ചതല്ല. ഇങ്ങനെ പൊത്തൊന്നും വേണ്ട. ഒരു സുഖമല്ല. ഒരു എഡിറ്റ് ഒരു സുഖമായിരിക്കണം. ഒരു മ്യൂസിക്കാലിറ്റി വേണ്ട എല്ലാത്തിലും. ഇതൊക്കെ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. വേറെ നീ കണ്ടോന്ന് പറയാൻ. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.